വേനൽക്കാലത്ത് കേരളത്തിൽ പാമ്പുകടി വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ചൂടിൽ നിന്നും രക്ഷ നേടാൻ പാമ്പുകൾ തണുപ്പുള്ള ഇടങ്ങൾ തേടി വീടിനുള്ളിലും പരിസരത്തും എത്തുന്നു. വേനൽക്കാലത്ത് പാമ്പുകടിയിൽ നിന്നും സംരക്ഷണം നേടാനുള്ള മുൻകരുതലുകൾ എടുക്കണം. വീടും പരിസരവും വൃത്തിയാക്കുക. വീടിന് ചുറ്റുമുള്ള കാട്, വിറക് കൂമ്പാരങ്ങൾ, മാലിന്യങ്ങൾ എന്നിവ നീക്കം ചെയ്യുക. പാമ്പുകൾ കൊളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക. തുളകൾ അടയ്ക്കുക. വീടിന്റെ വാതിലുകൾക്കടിയിലുള്ള വിടവുകൾ, ഭിത്തിയിലെ തുളകൾ എന്നിവ അടയ്ക്കുക. രാത്രി ടോർച്ച് ഉപയോഗിക്കുക. രാത്രി പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും ടോർച്ച് കരുതുക. ചെരുപ്പ് ധരിക്കുക. തറയിൽ കിടന്നുറങ്ങുന്നത് ഒഴിവാക്കുക. കട്ടിലിൽ കിടന്നുറങ്ങുക. എലിശല്യം ഒഴിവാക്കുക. എലികളെ പിടിക്കാൻ പാമ്പുകൾ വരാം, അതിനാൽ എലിശല്യം ഒഴിവാക്കുക. വിറക്, മറ്റ് വസ്തുക്കൾ എന്നിവ എടുക്കുമ്പോൾ സൂക്ഷിക്കുക. പാമ്പിനെ കണ്ടാൽ വനവകുപ്പിന്റെ സർപ്പ ആപ്പ് വഴി വിവരം അറിയിക്കുക. പാമ്പ് കടിയേറ്റാൽ ഉടൻ ചെയ്യേണ്ട കാര്യങ്ങൾ: ഭയപ്പെടാതിരിക്കുക, പരിഭ്രമിക്കാതിരിക്കുക, കടിയേറ്റ ആളെ ആശ്വസിപ്പിക്കുക, കടിയേറ്റ ഭാഗം അനക്കാതിരിക്കുക, എത്രയും വേഗം പാമ്പ് വിഷ ചികിത്സ നൽകുന്ന ആശുപത്രിയിൽ എത്തിക്കുക, കടിയേറ്റ ഭാഗത്ത് മുറുക്കി കെട്ടുന്നത് ഒഴിവാക്കുക. പാമ്പ് കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം കളയാനോ വിഷം വലിച്ചെടുക്കാനോ ശ്രമിക്കരുത്. ഇനി നിങ്ങൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ: സ്വയം ചികിത്സ ചെയ്യാൻ പാടില്ല. പാമ്പ് കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം കളയാനോ വിഷം വലിച്ചെടുക്കാനോ ശ്രമിക്കരുത്. ഇത് അപകടകരമാണ്. വിഷമില്ലാത്ത പാമ്പാണെന്ന് സ്വയം തീരുമാനിക്കരുത്. ചികിത്സ തേടാൻ വൈകുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കും. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പാമ്പുകളെക്കുറിച്ചും അവയിൽ നിന്നും സംരക്ഷണം നേടാനുള്ള കൂടുതൽ വിവരങ്ങളും വനം വകുപ്പിന്റെയോ ആരോഗ്യ വകുപ്പിന്റെയോ ഔദ്യോഗിക നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് ഉചിതമായിരിക്കും. വീടിനുള്ളിലായാലും കൃഷിയിടങ്ങളിലായാലും ജാഗ്രത പാലിക്കുന്നത് പാമ്പുകടി ഒഴിവാക്കാൻ സഹായിക്കും.